ഇവിടെ ഉണ്ടായ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ ആഘാതം, അതിലുണ്ടായ നഷ്ടങ്ങൾ, അത് സൃഷ്ടിച്ച വേദന, അന്നൊഴുക്കിയ കണ്ണുനീർ, അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. ദുരന്തത്തിനെ തുടർന്ന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടുത്തെ തിരക്കൊഴിഞ്ഞിട്ട് ഈ സ്ഥലം സന്ദർശിക്കാനും ആശുപത്രിയിൽ അപ്പോഴും ചികിത്സയെ തുടർന്നിരുന്ന ചിലരെ ഇവിടുത്തെ പാർട്ടി സഖാക്കളോടൊപ്പം കാണാനും എനിക്ക് ഇടയായിട്ടുണ്ട്. നേരിട്ട് കണ്ടാൽ മാത്രമേ ആ ദുരന്തത്തിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു മറുപുറമാണ് കേരളം നമ്മുടെ മുമ്പിൽ നിവർത്തി വച്ചിരിക്കുന്നത്. ഒരു മഹാദുരന്തത്തെ തുടർന്ന് എങ്ങനെ അതിജീവനത്തിൻ്റെ ഒരു മഹാഗാഥ നമുക്ക് ഒരുമിച്ച് ചേർന്ന് എഴുതാൻ കഴിയും എന്ന് ഇപ്പോൾ മലയാളികൾ, കേരളീയർ തെളിയിച്ചിരിക്കുകയാണ്. അതിന് എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി നേതൃത്വം നൽകാൻ സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സാർവത്രികമായി അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. എനിക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മലയാളികളായ സുഹൃത്തുക്കളുണ്ട്, മലയാളികളല്ലാത്ത സുഹൃത്തുക്കളുമുണ്ട്. കാരണം ഞാൻ CPIM-ൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ചുമതലയിലായിരുന്നു ഈ കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസ് വരെ. അപ്പോൾ മറ്റു പല രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇത് സംബന്ധിച്ച വാർത്ത ഈ കഴിഞ്ഞ ദിവസം ദുരന്തബാധിതർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തതിൻ്റെ വാർത്ത കണ്ട് പലരും എന്നെ ബന്ധപ്പെട്ടു. ഉദാഹരണത്തിന് തൊട്ട് അയൽ രാജ്യമായ ശ്രീലങ്കയിൽ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഗവൺമെൻറ്റാണുള്ളത്. ജനതാ വിമുക്തി പെരമുന എന്ന് പറയുന്ന അനുര കുമാര ദിസ്നായകയാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള ദിസ്നായകയാണ് അവിടുത്തെ പ്രസിഡൻറ്റ്. ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സമീപകാലത്ത് കേരളം സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി സഖാ പിണറായിയെ കണ്ടിരുന്നു, ഞാനുമായിട്ടും ചർച്ച നടത്തിയിരുന്നു. അവരെല്ലാം ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിച്ചു. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒട്ടേറെ മേഖലകളിൽ കേരള മോഡൽ എന്നത് നോബൽ സമ്മാന ജേതാവായ അമർത്യ പോലുള്ളവർ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കേരളം എങ്ങനെ വ്യത്യസ്തമായ ഒരു മാതൃകയായിരിക്കുന്നു. ദുരന്തത്തെ അതിജീവിക്കുന്നതിലും ഒരു കേരള മാതൃക ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും, ഇത് സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്ന മാധ്യമപ്രവർത്തകർക്ക്, ദൃശ്യമാധ്യമ പ്രവർത്തകർക്കെല്ലാം ഈ ഘട്ടത്തിൽ അഭിമാനിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഈ LDF ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത ഈ അതിജീവന മാതൃക അത് സൃഷ്ടിക്കുന്നതിൽ സഹകരിച്ച കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും, വളരെ അപൂർവം ചില അപസ്വരങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതൊന്നും ഇതുപോലുള്ളൊരു നല്ല സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അപ്പോൾ മലയാളികൾക്കാകെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണിത്. തൊട്ടപ്പുറത്ത് ഞാൻ അസീസിനെ കാണാനാണ് പോയത്. ആ വീട് അസീസിൻ്റെ കുടുംബത്തിലെ ബാക്കി 4 പേരും കൂടെ ചേർന്നാണ് ജീവിക്കുന്നത്. അവരുടെ വീട് തകർന്നു പോയി. അവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് അവർ വിവരിക്കുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ട് നിൽക്കുകയായിരുന്നു. അധികം അകലെയല്ലാതെയുള്ള സ്വന്തം സഹോദരൻ ഇസ്മയിലിൻ്റെ വീട്ടിലേക്ക് ചെന്ന്, അപ്പോൾ ആ വീടും ആഘാതത്തിൽ ആടി ഉലയുകയാണ്. അവിടെ കമ്പിയിലെല്ലാം പിടിച്ച് തൂങ്ങി നിന്ന് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ മണിക്കൂറുകൾ കഴിച്ചുകൂട്ടിയവരാണ്. ഇപ്പോൾ അവർ വളരെ സംതൃപ്തരാണ്. ഒരു പുതിയ ജീവിതം അവർ കിട്ടിയിരിക്കുകയാണ്. ഈ അതിജീവനത്തിൻ്റെ പ്രവർത്തനം സംഘടിപ്പിച്ച നമ്മളെല്ലാം തുടർന്നും ഇവിടെ ഉള്ള ഈ ടൗൺഷിപ്പിൽ ജീവിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെപ്പോലെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ നമ്മൾ തുടർന്നുള്ള നാളുകളിലും ഉണ്ടാവണം. നമ്മളെല്ലാം ഉണ്ടാവും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇത്തരം വികസന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇതിനെ തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് LDF ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്.
അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് തെറ്റായ വിശദീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടായെന്ന് വരും. അതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഇതിനെ മുൻനിർത്തിയതാ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുക എന്ന് പറയുന്ന തരത്തിലേക്ക് പോകാൻ LDF ഉദ്ദേശിക്കുന്നില്ല. നിശ്ചയമായും ജനങ്ങളുടെ മുമ്പിലെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് ചിന്തിച്ച് ചില പ്രവർത്തനങ്ങൾ, ഈ അജണ്ട മാറ്റാനുള്ള ചില ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ അതിൽ പെടുമെന്ന് ഞാൻ കരുതുന്നില്ല.